മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂൺ 22 തിങ്കൾ. ആഗോള മധ്യസ്ഥതയിലൂടെ മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെടുന്ന സമാധാന ശ്രമങ്ങളെയും വെടിനിർത്തൽ ധാരണകളെയും നിരന്തരം അട്ടിമറിക്കുന്ന ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ നിലപാടുകളെ തുറന്നുകാട്ടുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ഇസ്രായേൽ പറയുന്നു, ഞങ്ങൾ ലോകത്തിൻ്റെ ശത്രുവാണ്, ലോകത്തിനു മുഴുവൻ ശത്രുവാണ് തങ്ങളെന്ന് ഇസ്രായേൽ എന്ന സയനിസ്റ്റ് വംശീയ രാഷ്ട്രം സംശയരഹിതമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യുഎസുമായി ചേർന്ന് ആ രാഷ്ട്രം ഇറാനെ ആക്രമിച്ചതിൽ പിന്നെ ലോകമാകെ മുൾമുനയിലായി. സ്വയം പ്രതിരോധത്തിനായി ഇറാൻ ഹുർമുസ് കടലിടുക്ക് അടച്ചിട്ടതോടെ ആഗോള സാമ്പത്തിക രംഗം കഠിനമായ പ്രതിസന്ധിയിലേക്ക് തള്ളപ്പെട്ടു. ഒരു ദിവസത്തെ സഞ്ചാരഭംഗം പോലും രാജ്യങ്ങൾക്ക് കനത്ത ആഘാതം സൃഷ്ടിക്കുമെന്നിരിക്കെ ആഴ്ചകളായി തുടരുന്ന പ്രതിസന്ധി ലോകരാജ്യങ്ങളെ പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആഗോള എണ്ണവാതക ലഭ്യത 1/5 കണ്ട് കുറഞ്ഞു. വളം നീക്കം സ്തംഭിച്ചു. കാർഷിക മേഖല തകർച്ചയിലായി. മിക്ക രാജ്യങ്ങളും കഷ്ടപ്പാടിലേക്ക് കൂപ്പുകുത്തി. ഗൾഫ് രാജ്യങ്ങളിൽ പരക്കെയുണ്ടായ നാശനഷ്ടങ്ങൾ $6000 കോടി അടുത്തുവരും. ലോകാടിസ്ഥാനത്തിൽ 22 ലക്ഷം കോടി ആഘാതം വന്നുകഴിഞ്ഞതായാണ് കണക്ക്. ഇതിനു പുറമെയാണ് അനുബന്ധ പ്രശ്നങ്ങൾ. എല്ലാവർക്കും നഷ്ടം മാത്രമുണ്ടാക്കുന്ന അനാവശ്യ യുദ്ധത്തിനെതിരെ ഇസ്രായേൽ ഒഴിച്ചുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപകമായ എതിർപ്പുയർന്നു. കനത്ത നഷ്ടങ്ങൾ വെടിനിർത്തൽ കരാർ അനിവാര്യമാക്കി. അപ്പോഴും അത് അട്ടിമറിക്കാൻ മുന്നോട്ട് വന്നത് ഒരേയൊരു രാഷ്ട്രമാണ്, ഇസ്രായേൽ. താൽക്കാലിക വെടിനിർത്തലും യുദ്ധവിരാമത്തിനായുള്ള തുടർ ചർച്ചകളുടെ സമയക്രമവും തീരുമാനിക്കപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ചു. ലെബനാൻ ഉൾപ്പെടെ എല്ലാ സംഘർഷ മേഖലകളിലും വെടിനിർത്തുക എന്നത് ധാരണയുടെ അവിഭാജ്യ ഭാഗമാണ്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ഒപ്പുവെച്ച കരാറിലും വെടിനിർത്തൽ ധാരണയുടെ ആദ്യ ഇനം ലെബനാനിലെ ആക്രമണം നിർത്തണം എന്നതാണ്. പക്ഷേ ഒപ്പിട്ട ഉടനെ ഇസ്രായേൽ ചെയ്തത് അത് ലംഘിക്കുകയാണ്. ഇതുവഴി അവർ ലോകസമാധാനത്തോടും ലോകത്തിൻ്റെ വിശാല താൽപ്പര്യങ്ങളോടും പരസ്യമായി ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതാകട്ടെ ഒരു ലെബനാൻ സംഘർഷത്തിൽ പരിമിതവുമല്ല. ഇസ്രായേൽ എന്ന രാഷ്ട്രം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീൻ ജനതയോട് ചെയ്ത വഞ്ചനയുടെ ഉൽപ്പന്നമാണ്. അവിഹിതമായി സ്ഥാപിതമായ ശേഷം വഞ്ചനയിലൂടെ വളർന്ന ചരിത്രമാണ് അതിൻ്റേത്. കരാർ ലംഘനങ്ങളുടെ ഒരു നീണ്ട പട്ടിക കൂടിയാണ് ആ ചരിത്രം. ഇപ്പോഴത്തെ സംഘർഷങ്ങളിൽ പോലും ഖത്തർ, ഒമാൻ, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഇടപെടലിലൂടെ എപ്പോഴെല്ലാം സമാധാനം കൈപ്പാട്ടിലെത്തിയോ അപ്പോഴെല്ലാം ഇസ്രായേൽ അത് തകർക്കാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. 2024 ഗസ വെടിനിർത്തൽ മുതൽ ഇപ്പോഴത്തെ ലെബനാൻ വെടിനിർത്തൽ ധാരണ വരെ അതിനു സാക്ഷികളാണ്. ലെബനാൻ വെടിനിർത്തൽ പോലെ ഗസ വെടിനിർത്തലും ദിനേന ഇസ്രായേൽ ലംഘിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ നിലവിൽ വന്നെന്നു പറയുന്ന ഗസ വെടിനിർത്തൽ ഈ മാസം 20 വരെ ഇസ്രായേൽ ലംഘിച്ചത് 1-2 3338 തവണയാണ്. 1000-ലേറെ സിവിലിയന്മാരെ കൊന്നു. 100ഓളം ഗസക്കാരെ തട്ടിക്കൊണ്ടുപോയി. കരാർ പ്രകാരം ഗസയിലെത്തിക്കേണ്ട ദുരിതാശ്വാസ വണ്ടികളിൽ 2/3 പ്രവേശനം വിലക്കി. വെസ്റ്റ് ബാങ്കിൽ നിയമവിരുദ്ധ കുടിയേറ്റവും കുരുതിയും തീവ്രമായി തുടരുന്നു. ഇപ്പോൾ ലെബനാനിൽ വെടിനിർത്തൽ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം 20 പേരെ കൊന്നുകൊണ്ട് ലംഘനം ആരംഭിച്ചു. 12 മണിക്കൂറിൽ 47 പേരെ കൊന്നു. സൂചന വ്യക്തമാണ്. ഇസ്രായേൽ സമാധാനത്തിൽ വിശ്വസിക്കുന്നില്ല. ലോകം മുഴുവൻ കഷ്ടപ്പാടിലായാലും വിശാല ഇസ്രായേൽ എന്ന സ്വന്തം സാമ്രാജ്യത്വ അജണ്ട തുടർന്നു പോകണം, അത്രമാത്രം. സ്വയം ഒപ്പുവെച്ച കരാർ തൊട്ടുടനെ ലംഘിക്കുന്നവർക്ക് അന്താരാഷ്ട്ര കരാറുകൾ ലംഘിക്കാനുള്ളതു തന്നെ. ഡസൻ കണക്കിന് UN രക്ഷാസമിതി പ്രമേയങ്ങൾ ഇസ്രായേൽ ലംഘിച്ചിട്ടുണ്ട്. ലോക കോടതിയിൽ അവർക്കെതിരെ വംശഹത്യാ കേസുണ്ട്. നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറണ്ടുണ്ട്. അവർ ചെയ്ത യുദ്ധക്കുറ്റങ്ങൾക്ക് തെളിവുണ്ട്. അധിനിവേശ രാഷ്ട്രങ്ങൾ പാലിക്കേണ്ട മര്യാദകളെപ്പറ്റിയുള്ള ജനീവ കരാറിലെ വ്യവസ്ഥകളെല്ലാം ഇസ്രായേൽ ലംഘിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശം സംബന്ധിച്ച അന്താരാഷ്ട്ര ധാരണകളും യുദ്ധമര്യാദകളും ഒരു മടിയുമില്ലാതെ ലംഘിച്ചു വന്നിട്ടുണ്ട് ഈ രാജ്യം. ഇപ്പോൾ സംശയത്തിന് പഴുതില്ലാത്ത വിധം ഫലസ്തീൻകാർക്കും ഇറാൻകാർക്കും മാത്രമല്ല, മനുഷ്യ സമൂഹത്തിനു മുഴുവൻ ശത്രുവായി അവർ സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യത്വമോ നീതിയോ ഇല്ലാത്ത ആ രാജ്യത്തെ ഒറ്റപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാധ്യമം പോഡ്കാസ്റ്റ്.